ആധുനിക കൃഷിയിൽ സയൻസിൻ്റെ ഏറ്റവും മികച്ചൊരു സംഭാവനയാണ് ഡ്രോണുകൾ. സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും CBC വേൾഡിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സ്വന്തം പാഷൻ ഫ്രൂട്ട് തോട്ടത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് സ്പ്രേ ചെയ്യുന്നതാണ്. അപ്പോൾ ടീം നമ്മുടെ കൂടെ സെറ്റാണ്. ഈ കാണുന്ന നമ്മുടെ പാഷൻ ഫ്രൂട്ട് തോട്ടം ഏകദേശം 5 ഏക്കർ കൂടുതലുണ്ട്. ആദ്യത്തെ നടപടി എന്ന് വെച്ചാൽ നമ്മുടെ ബൗണ്ടറി എവിടെയാണ്, നമുക്ക് ഏതൊക്കെ ഏരിയാസിലാണ് ഈ സ്പ്രേ ചെയ്യേണ്ടത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പം നേരിട്ട് നമ്മുടെ ബൗണ്ടറിയിൽ കൂടെ നടന്നിട്ട് തന്നെയാണ് നമ്മളതിനെ മാപ്പ് ചെയ്യുന്നത്. ഈ ഡ്രോണിൻ്റെ ടാങ്ക് കപ്പാസിറ്റി 10 ലിറ്ററാണ്. അതുകൊണ്ട് തന്നെ ശുദ്ധമായ 10 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾക്ക് വേണ്ട മരുന്നുകൾ ആഡ് ചെയ്യാണ്. നമ്മളിപ്പോൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോംബോ എക്സ്പെർട്ട് കമ്പനിയുടെ ഫെർട്ടിലോൺ കോംബി 2 എന്ന മൈക്രോ ന്യൂട്രിയൻ്റാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഫോളിയർ സ്പ്രേ ഗ്രേഡുള്ള വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. അല്ലായെങ്കിൽ നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ ഓൾമോസ്റ്റ് ടാങ്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി റെഡി ടു ഫ്ലൈ ആണ്. അങ്ങനെ നമ്മുടെ ഡ്രോണ് എല്ലാം സെറ്റായി ഫീൽഡിലേക്ക് നീങ്ങാണ്. ഇപ്പം നോക്കി നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ണിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഐ ഗോഗിൾസും മൂക്കിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു മാസ്ക് നിർബന്ധമായും വെച്ചിരിക്കുക. കാരണം അത്രയും അതിസൂക്ഷ്മമായ ഡ്രോപ്ലെറ്റ്സ് ആണ് താഴേക്ക് വരിക. സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ശ്വാസകോശം വഴി അകത്തേക്ക് പോകാനും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലുമാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏകദേശം 3 മീറ്ററാണ് ഒറ്റയടിക്ക് കവറായിട്ട് വരുന്നത്. അത് കൂടാതെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതനുസരിച്ച് 10 ലിറ്ററിൻ്റെ ടാങ്ക് കൊണ്ട് ഏകദേശം 1/2 ഏക്കറാണ് കവർ ചെയ്യുന്നത്. ഒന്നുകൂടി കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ എവിടെയാണ് നമ്മൾ ബൗണ്ടറി മാർക്ക് ചെയ്തിരിക്കുന്നത്, ആ ബൗണ്ടറിക്ക് പുറത്തെത്തുമ്പോഴത്തേക്കും അതിൻ്റെ പമ്പ് ഓഫ് ആവുകയും നോസിൽ കൂടെ സ്പ്രേ പുറത്തേക്ക് വരാതിരിക്കുകയും ചെയ്യും. തിരിച്ച് ഫീൽഡിലേക്ക് കയറുന്ന സമയത്ത്, ബൗണ്ടറിക്ക് അകത്തേക്ക് കയറുന്ന സമയത്ത് അത് വീണ്ടും സ്റ്റാർട്ട് ആവുകയും എവിടെയാണ് മാർക്കിങ് അവിടുന്ന് അകത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രേ നടക്കുകയും ചെയ്യുന്നത്. ഇതേ ഫീൽഡിൽ നോർമൽ പവർ സ്പ്രേ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം 1.5 ഏക്കർ മുതൽ 2 ഏക്കർ വരെയാണ് 2 ആളുകളിൽ നിന്ന് ഒരു മെഷീൻ ഉപയോഗിച്ച് കവർ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ താഴേന്ന് മുകളിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ ഈ പഴയതും ഉണങ്ങിയതുമായ ഇലകളൊക്കെ തട്ടി ഒരുപാട് നമ്മുടെ ഈ വളങ്ങളും അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസും വേസ്റ്റ് ആകാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് എല്ലാ പുതിയ ഇലകളിലേക്ക് എത്തുകയും ഒരു തുള്ളി പോലും വേസ്റ്റ് ആകാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ എഫിഷ്യൻസി നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്. ഏകദേശം 3 ദിവസം കൊണ്ടാണ് നമ്മൾ ആളുകൾ വെച്ച് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ സ്പ്രേയിങ് ആക്ടിവിറ്റിയുടെ കംപ്ലീറ്റ് ലോഗ്സും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. എന്ന് വെച്ചാൽ എത്ര കൊണ്ട് പോയി വന്നു. അതുപോലെ തന്നെ ഈ പച്ചയിൽ കാണിക്കുന്നത് സ്പ്രേ ചെയ്ത സമയവും ഈ റെഡിൽ കാണിക്കുന്നത് സ്പ്രേ ചെയ്യാതെ മെഷീൻ മാത്രം മൂവ് ചെയ്തിരിക്കുന്ന സമയമാണ്. ഈ റിപ്പോർട്ടിൽ കാണുന്നത് ടോട്ടൽ മെഷീൻ ഫ്ലൈ ചെയ്ത സമയവും ഓരോ ഫ്ലൈയിങ്ങിലും എത്ര ഏരിയ കവർ ചെയ്തു എന്നുള്ളതാണ്. ഇന്ന് ടോട്ടൽ 10 ഫ്ലൈയിങ് അഥവാ ടാങ്ക് കൊണ്ട് നമ്മൾ കവർ ചെയ്തിരിക്കുന്ന ഏരിയ 2.09 ഹെക്ടർ, അതായത് 5 ഏക്കറിന് മുകളിലാണ്. അതിസൂക്ഷ്മമായ കണികളായിട്ട് ചെടികൾ വീഴുന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ സംശയങ്ങൾ മറ്റും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. താങ്ക്